MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒബാമയുടെ ഭരണ നേട്ടങ്ങളുടെ ഡോക്യുമെന്ററി. ഇലക്ഷൻ പ്രചരണത്തിന് ഒബാമ ആക്കം കൂട്ടി. ലോകത്തെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ മെക്സിക്കോയിലെ കാർലോസ് സ്ലിം ഒന്നാമത്, ബിൽ ഗേറ്റ്സ് രണ്ടാമത്. പട്ടികയിൽ 4% ഇന്ത്യക്കാർ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള അലബാമയിലെ നിയമത്തിനെതിരെ കോടതി. സൂര്യൻ കരുത്താർജിക്കുന്നു. ആഗോളതാപനം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ്. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. തന്റെ ഇലക്ഷൻ പ്രചരണം ശക്തമാക്കി ഒബാമ രംഗത്തെത്തി. കഴിഞ്ഞ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച ഡോക്യുമെന്ററി ഇതിന്റെ ഭാഗമായി പുറത്തിറങ്ങി. നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ നിരയുടെ ആവേശത്തിനൊപ്പം ഒബാമ കൂടി രംഗത്തിറങ്ങുന്നു. തന്റെ സർക്കാർ കഴിഞ്ഞ 4 വർഷം ചെയ്ത നല്ല കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഡോക്യുമെന്ററിയുമായാണ് ഒബാമ ഒരുങ്ങുന്നത്. ഓസ്കാർ ജേതാവായ ഡേവിഡ് ഗുഗൻഹെയിന്റെ നേതൃത്വത്തിലാണ് ഈ ലഘുചിത്രം ഒരുങ്ങുന്നത്. ടോം ഹാങ്ക്സ് ആണ് ഡോക്യുമെന്ററിയുടെ വിവരണം നടത്തുന്നത്. ഇതിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പരസ്യചിത്രം പുറത്തിറക്കിയിട്ടുണ്ട്. How do we understand this president and his time in office? Do we look at the day's headlines, or do we remember what we as a country have been through? എന്നാൽ ഒബാമയുടെ ഈ പരസ്യചിത്രത്തിനെതിരെ റിപ്പബ്ലിക്കൻ നിര രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രചരണത്തിലൂടെ ഒബാമയ്ക്ക് നേട്ടമുണ്ടാക്കാനാകില്ലെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. റോഡ് വി ഹാവ് ട്രാവൽ എന്ന പേരിലാണ് ഒബാമയുടെ ഭരണ നേട്ടങ്ങൾ കുത്തിനിറച്ച ഡോക്യുമെന്ററി. ഇതിന് 17 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ. മാർച്ച് 15-ന് ഇത് പുറത്തിറക്കാനാണ് ഒബാമയും കൂട്ടരും ആലോചിക്കുന്നത്. ഒബാമ ഭരണകൂടത്തിലെ പ്രമുഖരെല്ലാം തന്നെ ഈ ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുണ്ട്. അമേരിക്കക്കാർക്ക് ഇന്ന് ആവശ്യം ഇത്തരത്തിലുള്ള ചെറുചിത്രങ്ങളല്ലെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ഒബാമ എന്താണ് ചെയ്തതെന്ന് ഏവർക്കും അറിയാമെന്നും രാജ്യം ഇന്ന് നേരിടുന്ന ഉയർന്ന തൊഴിലില്ലായ്മയും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഇന്ധനവിലയും പോലുള്ള കാര്യങ്ങളാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നതെന്നാണ് റിപ്പബ്ലിക്കൻ നേതാക്കൾ പറയുന്നത്. രാജ്യത്തെ ഹെൽത്ത് കെയർ സംബന്ധിച്ച നിയമം പാസാക്കിയതും വ്യവസായ വളർച്ചയും ഉൾപ്പെടെയുള്ള പ്രധാന നേട്ടങ്ങളെല്ലാം ഒബാമയുടെ ഈ ഡോക്യുമെന്ററിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഫോബ്സ് മാഗസിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മെക്സിക്കൻ ബിസിനസ്സുകാരൻ കാർലോസ് സ്ലിം ഒന്നാമത്. മൈക്രോസോഫ്റ്റ് തലവൻ ബിൽ ഗേറ്റ്സ് ഈ പട്ടികയിൽ രണ്ടാമത്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടിക ഫോബ്സ് മാഗസിൻ പുറത്തിറക്കി. മെക്സിക്കോയിലെ ടെലികോം ഇൻഡസ്ട്രി തലവനായ കാർലോസ് സ്ലിം ഹേലു ആൻഡ് ഫാമിലിയാണ് ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. $69 ബില്യൺ ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഫോബ്സിന്റെ കോടീശ്വരന്മാർക്കുള്ള പട്ടികയിൽ തുടർച്ചയായ 3-ാമതാണ് കാർലോസ് മുൻപന്തിയിലെത്തുന്നത്. 2010-ൽ $49 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന ഇദ്ദേഹം 2012-ലെത്തിയപ്പോൾ 69 ബില്യന്റെ സ്വത്തുമായാണ് മൈക്രോസോഫ്റ്റ് തലവൻ ബിൽ ഗേറ്റ്സിനെ രണ്ടാമതാക്കിയത്. $61 ബില്യൺ ആസ്തിയാണ് ബിൽ ഗേറ്റ്സിനുള്ളത്. അമേരിക്കയിലെ വ്യവസായ പ്രമുഖരിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മൈക്രോസോഫ്റ്റും ബിൽ ഗേറ്റ്സും മുന്നിലായിരുന്നു. 1995 മുതൽ 2009 വരെ ഇതിൽ തന്റെ അപ്രമാദിത്വം ആർക്കും തകർക്കാൻ കഴിയുമായിരുന്നില്ല. 57-കാരനായ ബിൽ ഗേറ്റ്സ് ഒരിക്കലും ഈ നിരയിൽ നിന്ന് 3-ാം സ്ഥാനത്തിനിപ്പുറം കടന്നിട്ടില്ല. വ്യവസായ രംഗത്തെ മറ്റൊരു അമേരിക്കക്കാരൻ തന്നെയാണ് ഫോബ്സിന്റെ ധനികരുടെ പട്ടികയിൽ 3-ാമതുള്ളത്. ബെർക്ക്ഷയർ ഹെൽത്ത്വേയുടെ ചെയർമാനും സിഇഒയുമായ വാറൻ ബുഫെയാണ് ഏറ്റവും വലിയ 3-ാമത്തെ ധനികൻ. ഇദ്ദേഹത്തിന് $44 ബില്യൺ ആസ്തിയുണ്ട്. സ്പെയിനിൽ നിന്നുള്ള ബെർണാൾഡ് അർണോൾട്ട് ആണ് ഈ നിരയിൽ 4-ാമത്. $41 ബില്യൺ ആസ്തിയുള്ള ഇദ്ദേഹം LVMH എന്ന ലക്ഷറി ഗ്രൂപ്പിന്റെ തലവനാണ്. യൂറോപ്പിലെ ഏറ്റവും ധനികനായ വ്യക്തിയും ഇദ്ദേഹമാണ്. ഫോബ്സിന്റെ ധനികരുടെ ലിസ്റ്റിലെ 5-ാമൻ സ്പെയിൻകാരനായ അമാൻകിയോ ഒർട്ടോഗയാണ്. $37.5 ബില്യൺ ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. 100 പേരടങ്ങുന്ന ഒരു പട്ടികയാണ് ഫോബ്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 50 പേരിൽ 20-ലധികം അമേരിക്കക്കാരാണ്. ഇന്ത്യക്കാരായ നിരവധി പേരും ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നിരയിൽ നിന്നും മുന്നിലുള്ള ലോകധനികൻ 19-ാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ്. ഫോബ്സ് മാഗസിന്റെ ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 4% ഇന്ത്യക്കാരാണ്. ലോകത്തെ ശതകോടീശ്വരന്മാരിൽ 4%-വും ഇന്ത്യക്കാർ. ഫോക്സ് മാഗസിൻ തയ്യാറാക്കിയ ഈ വർഷത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലാണ് അംബാനി സഹോദരന്മാരും വിപ്രോ ചെയർമാൻ അസീം പ്രേംജിയും ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തി അടക്കമുള്ളവർ സ്ഥാനം പിടിച്ചത്. $100 കോടി മേൽ ആസ്തിയുള്ളവരുടെ പട്ടികയിൽ 1226 പേരാണുള്ളത്. ആകെ 57 വംശജരുണ്ട് ഈ പട്ടികയിൽ. ഇതിൽ 9 പേർ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയിലെ 48 ശതകോടീശ്വരന്മാരിൽ 1-ാമൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ്. പട്ടികയിൽ 19-ാം സ്ഥാനമാണ് അദ്ദേഹത്തിന്. 54-കാരനായ മുകേഷിന്റെ സമ്പാദ്യം $2230 കോടി. സാവിത്രി ജിൻഡാൽ, സുനിൽ മിത്തൽ, കുമാർ ബിർള, അനിൽ അംബാനി, ദിലീപ് ഷഗ്വി, ശശി രുയിയ,
രവി രുയിയ, കശായ്പാൽ സിംഗ് എന്നിവരും ആദ്യ 10 ഇന്ത്യക്കാരിൽ ഉൾപ്പെടും. ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ മൊത്തം സമ്പാദ്യം $19,460 കോടി വരും. ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ഈ വർഷമാണ്. 25 വർഷം മുമ്പ് ഫോക്സ് മാഗസിൻ ശതകോടീശ്വരന്മാരുടെ പട്ടിക ആദ്യമായി പുറത്തിറക്കിയപ്പോൾ 140 പേരാണ് ഉണ്ടായിരുന്നത്. 4.6 ലക്ഷം കോടിയാണ് ഈ വർഷം പട്ടികയിൽ ഇടം നേടിയ ശതകോടീശ്വരന്മാരുടെ മൊത്തം ആസ്തി. ഒരാളുടെ ശരാശരി ആസ്തി $370 കോടി വരും. പ്രശസ്ത സംവിധായകൻ ജെയിംസ് കാമറൂൺ പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിൽ. പൂർണ്ണമായും കടലിനടിയിലാണ് ഇതിന്റെ ചിത്രീകരണം. ടൈറ്റാനിക്കിന്റെയും അവതാറിന്റെയും വൻ വിജയങ്ങൾക്ക് ശേഷം വിഖ്യാത സംവിധായകൻ ഒരു പുതിയ ചിത്രവുമായി രംഗത്ത് വരുന്നു. ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കുകയാണ് കാമറൂണിന്റെ പുതിയ ചിത്രത്തിന്റെ ലക്ഷ്യം. എന്നും വ്യത്യസ്ത രീതിയിൽ കഥ പറയാൻ ആഗ്രഹിക്കുന്ന കാമറൂണിന്റെ പുതിയ ചിത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ചിത്രീകരിക്കുന്നത്. വെള്ളത്തിനടിയിലുള്ള ജീവിതങ്ങളുടെ കഥ പറയുകയാണ് കാമറൂൺ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പടിഞ്ഞാറൻ പസഫിക്കിൽ മറീന ട്രഞ്ച് എന്ന സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായിരിക്കും ഇതിനുള്ള ലൊക്കേഷനായി കാമറൂൺ തെരഞ്ഞെടുക്കുകയെന്ന് അഭ്യൂഹങ്ങളുണ്ട്. അത്യന്താധുനിക അന്തർവാഹിനിയിലാണ് കാമറൂണും കൂട്ടരും ഇപ്പോൾ. ഈ അന്തർവാഹിനിയെ പറ്റി വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ കാമറൂൺ ഇതുവരെയും പുറത്തുവിട്ടിട്ടുള്ളൂ. ഓസ്ട്രേലിയയിലാണ് ഈ അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തത്. ഈ അന്തർവാഹിനിയിലുള്ള പരീക്ഷണ യാത്രകൾ ആഴ്ചകൾക്ക് മുമ്പ് കാമറൂൺ നടത്തിയിരുന്നു. ചലച്ചിത്ര ദൗത്യത്തിനായുള്ള കാമറൂണിന്റെ യാത്ര സമുദ്രാന്തർഭാഗത്ത് ഏതാണ്ട് 26,000 അടി വരെ ഉള്ളിലെത്തി. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 36,000 അടി താഴെയാണ് കാമറൂണിന്റെ പുതിയ ചിത്രം ചിത്രീകരിക്കുക എന്നാണ് അറിയുന്നത്. ടൈറ്റാനിക്കിന്റെ അവസാന യാത്രയും അന്യഗ്രഹ ജീവികളുടെ ജീവിതവും നമുക്ക് മുന്നിൽ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് നമ്മെ ഞെട്ടിച്ച കാമറൂണിന്റെ പുതിയ ചിത്രം ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. സൂര്യൻ കൂടുതൽ നാശം വിതയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ. സൂര്യനിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ലോകത്തെ വിവര സാങ്കേതിക മേഖലയെയും വ്യോമഗതാഗതത്തെയും താറുമാറാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കാറ്റിന്റെയും മഴയുടെയും മഞ്ഞിന്റെയും രൂപത്തിൽ നാശം വിതച്ചുകൊണ്ടിരുന്ന പ്രപഞ്ചം ഒരു പുതിയ പ്രതികാരത്തിന് കൂടി തയ്യാറെടുക്കുന്നതായി സൂചനകൾ. സൂര്യനാണ് ഇത്തവണ വില്ലനാകുന്നത്. വരും ദിവസങ്ങളിൽ സൂര്യനിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായി സൂര്യൻ കൂടുതൽ നശീകരണ സ്വഭാവമുള്ളതാകുമെന്നാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകുന്നത്. സൂര്യൻ സംഭാര രൂപത്തിലെത്തുന്നതോടെ ലോകത്തെ GPS, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, പവർ ഗ്രിഡുകൾ തുടങ്ങിയവയ്ക്ക് ചെറിയ തോതിലെങ്കിലും നാശമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു സംഭവവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൂര്യനിലുണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ ഭാഗമായി സൂര്യനിലുള്ള കേന്ദ്രീകൃത ശക്തി വിഘടിച്ച് കാന്തിക ശക്തിയായും കനത്ത ചൂടോടുകൂടിയ പ്രകാശമായും അന്തരീക്ഷത്തിലേക്ക് വായു പ്രവാഹത്തിലൂടെ പ്രവഹിക്കുന്നു. ഇതാണ് പുതുതലമുറ സങ്കേതങ്ങൾക്ക് ഭീഷണിയാകുന്നത്. ഇതുമൂലം അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. താരതമ്യേന ഏറ്റവും വലിയ സൂര്യാഘാതത്തിനാണ് ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. സൂര്യൻ ഏറ്റവും ശക്തിയായി നിൽക്കുന്ന ഉത്തരധ്രുവത്തിലായിരിക്കും ഇത് ഏറെ ബാധിക്കുക. അതുകൊണ്ട് തന്നെ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഭാഗത്തു കൂടിയുള്ള വിമാന ഗതാഗതത്തെയും ഇത് ബാധിക്കും. പല പ്രധാന വിമാന കമ്പനികളും ഇതിനോടകം തന്നെ തങ്ങളുടെ വ്യോമപാതയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. റേഡിയോ കമ്മ്യൂണിക്കേഷനിലും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. ഇത് അമേരിക്കയുടെ പല ഭാഗങ്ങളിലും പ്രകടമാകും. സൂര്യാഘാതം ഉണ്ടാകുന്നതിനാൽ വെയിലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കണമെന്നും സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ കൊള്ളാതെ സൂക്ഷിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അലബാമയിൽ നിലവിലുള്ള അനധികൃത കുടിയേറ്റ നിയമത്തിനെതിരെ കോടതി. നിയമത്തിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ കോടതി തടഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള അലബാമ സ്റ്റേറ്റിന്റെ നിയമത്തിലെ ചില സുപ്രധാന വ്യവസ്ഥകൾ കൂടി തടഞ്ഞുകൊണ്ട് അറ്റ്ലാന്റയിലെ ഫെഡറൽ അപ്പീൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾക്കായി അലബാമയിലുള്ള നിയന്ത്രണങ്ങളിലാണ് കോടതിയുടെ ആദ്യ ഇടപെടൽ. ആരെയും തടഞ്ഞു നിർത്തി തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുകയും അതുമൂലം പീഡിപ്പിക്കുന്ന നടപടിക്കാണ് രണ്ടാമത്തെ ഇടപെടൽ കോടതി നടത്തിയത്. ജോർജിയയിലെയും അലബാമയിലെയും ഈ നിയമങ്ങൾക്കെതിരെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് കോടതി ആഴ്ചകൾക്ക് മുമ്പ് ഉത്തരവിറക്കിയിരുന്നു. രാജ്യത്തെ നിരവധി അനധികൃത കുടിയേറ്റക്കാർക്ക് ആശ്വാസം പകരുന്നതാണ് കോടതി വിധി. കോടതി നിരീക്ഷിച്ച നിയമത്തിലെ 2 നിബന്ധനകളാണ് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നത്. കുടിയേറ്റ നിയമത്തിലെ 2 നിബന്ധനകൾ തടഞ്ഞുകൊണ്ട് നിയമം തകർക്കാൻ കഴിയില്ലെന്നും നിയമവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും അലബാമ അറ്റോർണി ജനറൽ പറയുന്നു. We have just passed a law that conforms with federal law, and we will see what happens. We expect them to do their job now, and we'll see if they're going to. ഇത് കോടതിയുടെ അന്തിമ വിധിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടതി വിധിയിൽ തങ്ങൾ സന്തുഷ്ടരല്ലെന്നും ഉപരികോടതിയിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. HB 56 എന്ന പേരിലാണ് അലബാമയിലെ ഈ നിയമം അറിയപ്പെടുന്നത്. നിയമം കർശനമാക്കിയതോടെ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു.
അനധികൃത കുടിയേറ്റക്കാരെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റിലെ പല സ്ഥാപനങ്ങളും കാർഷിക സംരംഭങ്ങളും ഇതിനോടകം പൂട്ടിയിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു. പിറ്റ്സ്ബർഗിലെ മനോരോഗ ആശുപത്രിയിൽ നടന്ന വെടിവയ്പിൽ 2 മരണം, 7 പേർക്ക് പരിക്ക്. പോലീസ് അന്വേഷണം തുടരുന്നു. പിറ്റ്സ്ബർഗിൽ നടന്ന വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിറ്റ്സ്ബർഗിലെ ഒരു മനോരോഗ ആശുപത്രിയിലേക്ക് കടന്നു വന്ന അക്രമി യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. First there's 2 shooters, then there's 3 shooters, then there's people being held hostage at Presby, so it was like you had no idea what was going on. പിറ്റ്സ്ബർഗ് മെഡിക്കൽ സെന്ററിലെ മനോരോഗ വിഭാഗത്തിലാണ് സംഭവം നടന്നത്. മരിച്ച 2 പേരിൽ ഒരാൾ അക്രമങ്ങൾക്ക് കാരണമാക്കിയത് എന്ന് കരുതുന്ന ആളാണ്. എന്താണ് ഇങ്ങനെ ഒരു അക്രമത്തിന് ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് ഇതുവരെയും വ്യക്തമല്ല. ആരാണ് ഇയാളെന്നും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് 1:40 സംഭവങ്ങൾ നടന്നത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെ അകത്ത് കടന്ന ഇയാൾ 2 സെമി ഓട്ടോമാറ്റിക് തോക്കുകൾ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ കൗണ്ടി പോലീസ് വന്നതിനാൽ കൂടുതൽ അത്യാഹിതങ്ങൾ സംഭവിച്ചില്ല. മരിച്ചവർ 2 പേരും പുരുഷന്മാരാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പരിക്കേറ്റവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. ഇവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. പരിക്കേറ്റവരിൽ ആശുപത്രി ജീവനക്കാരും രോഗികളെ സന്ദർശിക്കാനെത്തിയവരും ഉൾപ്പെടുന്നു. Had a shutdown and the patients were locked in their rooms and the staff were locked in other rooms. 310 കിടക്കകളുള്ള 2000-ഓളം പേർ ജോലി ചെയ്യുന്ന വലിയ ആശുപത്രിയാണിത്. മനോരോഗികളെയും മയക്കുമരുന്നിന് അടിമകളെയുമാണ് ഈ ആശുപത്രിയിൽ ചികിത്സിക്കുന്നത്. ആശുപത്രിയുടെ ശേഷിയുടെ 90% രോഗികൾ ഇതേ സമയം ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടുജോലിക്കാരിയെ ശമ്പളം നൽകാതെ പീഡിപ്പിച്ച ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ നീന മൽഹോത്ര $15 ലക്ഷം നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച ഇന്ത്യൻ നയതന്ത്രജ്ഞ നീന മൽഹോത്രയ്ക്ക് $15 ലക്ഷം നഷ്ടപരിഹാരം നൽകേണ്ടി വരും. മാൻഹാട്ടൻ ഫെഡറൽ മജിസ്ട്രേറ്റ് ഫ്രാങ്ക് മാസ് പുറപ്പെടുവിച്ച നഷ്ടപരിഹാര നിർദ്ദേശത്തെ ഇന്ത്യൻ നയതന്ത്രജ്ഞ കോടതിയിൽ എതിർക്കാത്തതിനെ തുടർന്നാണിത്. അമേരിക്കയിലെ ഇന്ത്യൻ കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥയായിരുന്ന നീനയും ഭർത്താവ് ജോഗേഷും ചേർന്നാണ് വീട്ടുജോലിക്കാരി ശാന്തി ഗുരുസിംഗിന് നഷ്ടപരിഹാരം നൽകേണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് മജിസ്ട്രേറ്റ് ഫ്രാങ്ക് മാസ് നഷ്ടപരിഹാര ശുപാർശ ജഡ്ജി വിക്ടർ മാരിറോക്ക് സമർപ്പിച്ചത്. പരാതിയുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കോടതിയെ അറിയിക്കണമെന്നും ഇല്ലെങ്കിൽ ശുപാർശ നടപ്പാക്കാനുമായിരുന്നു തീരുമാനം. പാസ്പോർട്ടും വിസയും പിടിച്ചുവെച്ച ശേഷം ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിച്ചു എന്നും വീടിന് പുറത്തു പോകാൻ സമ്മതിച്ചില്ലെന്നുമാണ് ശാന്തി ഗുരുസിംഗ് നൽകിയ പരാതി. 2010-ലാണ് പരാതി നൽകിയത്. 2011-ൽ മൽഹോത്ര ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മാൻഹാട്ടൻ പെൺവാണിഭ കേസിൽ കുറ്റക്കാരിയായ സ്ത്രീ നൽകിയ ഹർജി കോടതി തള്ളി. ഇവർ $2 മില്യൺ ജാമ്യത്തുക അടയ്ക്കണമെന്നും കോടതി. പഞ്ചനക്ഷത്ര വേശ്യാലയം നടത്തിയിരുന്ന ന്യൂയോർക്ക് സ്വദേശിനി സമർപ്പിച്ച ഹർജി കോടതി തള്ളി. വേശ്യാലയ നടത്തിപ്പിലൂടെ കോടീശ്വരിയായ അന്യ ക്രിസ്റ്റീനിയുടെ ജാമ്യത്തിനായി $2 മില്യൺ ബോണ്ടും $1 മില്യൺ പണമായും അടയ്ക്കണമെന്നായിരുന്നു കോടതി വിധി. ഈ കോടതി വിധിക്കെതിരെയാണ് ന്യൂയോർക്ക് മാഡം എന്നറിയപ്പെടുന്ന ഇവർ കോടതിയെ സമീപിച്ചത്. 44-കാരിയായ ക്രിസ്റ്റീനിയെ ഫെബ്രുവരി 22-നാണ് വേശ്യാവൃത്തിയുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇതിനായി ഉപയോഗിച്ചതുൾപ്പെടെയുള്ള കേസുകളാണ് പോലീസ് ഇവർക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. Would come in the girls I would see mostly early afternoon or mid-afternoon. I didn't see too many in the evening. I guess they were upstairs. മാൻഹാട്ടനിൽ അപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇവർ വേശ്യാലയങ്ങൾ നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. ക്രിസ്റ്റീനയ്ക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രോസിക്യൂട്ടർമാർ കോടതിയെ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളും വളരെ പ്രശസ്തരായ മോഡലുകളും ഇവരുടെ വലയത്തിൽപ്പെട്ടിരുന്നു. പ്രശസ്ത മോഡലുകൾ ഉൾപ്പെടെയുള്ളവർക്ക് $2000 വരെ ഒരു സന്ദർശനത്തിന് ഈടാക്കിയിരുന്നതായും പോലീസ് കണ്ടെത്തി. ഈ കേസ് സംബന്ധിച്ച അടുത്ത വാദം മെയ് 3-നാണ്. ഇനി ഒരിടവേള.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. അറ്റ്ലാന്റയിൽ നടക്കുന്ന 6ാമത് സീറോ മലബാർ നാഷണൽ കൺവെൻഷന്റെ കിക്ക് ഓഫ് ഡാളസ് സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ നടന്നു. മാർച്ച് 4 ഞായറാഴ്ച വൈകുന്നേരം 4-നാണ് ചടങ്ങുകൾ നടന്നത്. സെന്റ് അൽഫോൺസ ഇടവകയിൽ നടന്ന കിക്ക് ഓഫിൽ ചിക്കാഗോ രൂപത വികാരി ജനറൽ ഫാദർ ആന്റണി തുണ്ടത്തിൽ, സെന്റ് അൽഫോൺസ വികാരി ഫാദർ മാത്യു ശാശേരിയിൽ, എബ്രഹാം അഗസ്തി, ജോർജ് ജോസ് വിലങ്ങോലിൽ, അറ്റ്ലാന്റയിൽ നിന്നുമെത്തിയ കൺവെൻഷന്റെ യൂത്ത് കോർഡിനേറ്റേഴ്സ് എന്നിവർ പങ്കെടുത്തു. യുവജനങ്ങൾ തന്നെ നേതൃത്വം നൽകുന്ന നാഷണൽ യൂത്ത് കോൺഫറൻസും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. ജൂലൈ 26 മുതൽ 29 വരെ നടക്കുന്ന കൺവെൻഷനോടൊപ്പമാണ് ഇത് നടക്കുക. രൂപത ചാൻസലർ വിനോദ് മടത്തിപ്പറമ്പിലാണ് യൂത്ത് കോൺഫറൻസിന് നേതൃത്വം നൽകുന്നത്. പതിനഞ്ചാമത് ഫൊക്കാന അന്താരാഷ്ട്ര കൺവെൻഷന്റെ സുവനീർ കമ്മിറ്റി ചെയർമാനായി ഹൂസ്റ്റണിൽ നിന്നുള്ള ജിനു തോമസിനെ തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിൽ ജനിച്ചു വളർന്ന ജിനു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡൽഹി മലയാളി അസോസിയേഷൻ യുവജന വിഭാഗം സെക്രട്ടറി, പ്രസിഡന്റ്, കൺവീനർ എന്നീ പദവികൾക്ക് പുറമെ ഡൽഹി മലയാളി അസോസിയേഷൻ സെക്രട്ടറി പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. ക്യൂൻ മേരി മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ജൂൺ 22, 23, 24 തീയതികളിൽ സെന്റ് മേരീസ് സീറോ മലബാർ ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന അഭിഷേക കൺവെൻഷന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. വിവിധ പള്ളികളിൽ നടന്നുവരുന്ന രജിസ്ട്രേഷൻ കിക്ക് ഓഫുകളിൽ ധാരാളം പേർ ഇതിനോടകം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനിൽ ധാരാളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു. ജൂൺ 22-ന് കൺവെൻഷന്റെ ഉദ്ഘാടനം ഫിലാഡൽഫിയ ആർച്ച് ബിഷപ്പ് ചാൾസ് ചാപ്പൂട്ട് നിർവഹിക്കും. ജൂൺ 24-നാണ് സമാപന സമ്മേളനം. അഭിവന്ദ്യ പിതാവ് മാർ ജേക്കബ് അങ്ങാടിയത്താണ് ഈ സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി. പ്രശസ്ത ആയുർവേദ സ്ഥാപനമായ ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് അമേരിക്കയിലെ ആദ്യ ആയുർവേദ സെന്റർ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ മാർച്ച് 4-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ശാന്തിഗിരി ആശ്രമത്തിന്റെ അഡീഷണൽ ജനറൽ മാനേജർ GS രവീന്ദ്രൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോജോ തോമസ്, സജി ജോൺ, സത്യൻ മേലേക്കളത്തിൽ, അശോക് മേനോൻ, മിഷേൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ശാന്തിഗിരി ആശ്രമം കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ആയുർവേദത്തിന്റെ പാരമ്പര്യ രീതികൾ പിന്തുടരുന്നു. ശാന്തിഗിരി ആശ്രമം ആയുർവേദം ലോക നന്മയ്ക്ക് എന്ന സന്ദേശവുമായാണ് അമേരിക്കയിലെ ആദ്യ സെന്റർ ഒർലാൻഡോയിൽ ആരംഭിച്ചത്. അമേരിക്ക കൂടാതെ ശാന്തിഗിരി ആശ്രമത്തിന് സിംഗപ്പൂർ, ദുബായ്, ബ്രസീൽ, ജപ്പാൻ എന്നിവിടങ്ങളിലും സെന്ററുകളുണ്ട്. ഉടൻ തന്നെ ഏകദേശം 20 രാജ്യങ്ങളിൽ കൂടി ഇത് പ്രവർത്തനം ആരംഭിക്കും. ഇനി കേരള ഡെസ്ക്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ലീഗൽ ഫേമിന്റെ അമരക്കാരനും ദുബായിൽ തന്നെയുള്ള 2 സ്കൂളുകളുടെ ചെയർമാനുമായിട്ടുള്ള അഡ്വക്കേറ്റ് നജീദ് ട്രിവാൻഡ്രം എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ കൂടിയാണ്. പ്രവാസികളായ മലയാളികൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്റേതായ നിരവധി നൂതന ആശയങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് ആവശ്യം ഒരു NRI പ്രോബ്ലം റിസോൾവിംഗ് സെൻറ്റർ നമുക്ക് ആവശ്യമാണ്. ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ വളരെ ചുരുങ്ങിയ കാലയളവിനായിരുന്നാൽ ഒരു ഇൻവെസ്റ്റർ വരട്ടെ, വ്യക്തിപരമായി അവിടെ പ്രശ്നമുള്ള ആളാകട്ടെ, ഇമിഗ്രേഷൻ പ്രശ്നമുള്ള ആളാകട്ടെ, ലേബർ പ്രോബ്ലം ഉള്ള ആളാകട്ടെ, ഇതര മറ്റേതെങ്കിലും വഞ്ചിതരാകുന്ന ആളുകളാവട്ടെ, പുനരധിവാസത്തിൻ്റെ പ്രശ്നമാകട്ടെ, അദ്ദേഹത്തിന് ഒരു സെൻറ്ററിലെ ഉദ്യോഗസ്ഥനെ സമീപിക്കാവുന്ന ഏകജാലക സംവിധാനത്തിലുള്ള NRI പ്രോബ്ലം റിസോൾവിംഗ് സെന്ററും NRI ഡെവലപ്മെന്റ് അതോറിറ്റിയുമൊക്കെ അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. നോർക്കായ്ക്ക് ഒരു NRI ഡെവലപ്മെൻ്റൽ അതോറിറ്റിയായി അതിന് രൂപം കൊടുക്കണം. സ്റ്റാറ്റ്യൂട്ടറി പവർ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അതിന് കാര്യമാത്ര പ്രസക്തമായി ചെയ്യാൻ കഴിയൂ. ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ലൈസാൻ വർക്കിലേക്ക് അവർ ചുരുങ്ങിപ്പോകും. വരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അയക്കുക, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട്, മറ്റ് പരാതികൾ ഇങ്ങോട്ട്, വില്ലേജ് ഓഫീസ് അങ്ങോട്ട് പോയാൽ പറ്റില്ല. വില്ലേജ് ഓഫീസ് മുതൽ കളക്ട്രേറ്റ് വരെ പരിഹരിക്കാനുള്ള ഏതൊരു പ്രശ്നമാണെങ്കിലും അവിടെ ഉദ്യോഗസ്ഥൻ. പിന്നെ ഫണ്ടാണ് ഇതിൻ്റെ ആവശ്യം. ഫണ്ടൊക്കെ തന്നെ NRIസിൻ്റെ നിന്ന് ഫീസായി അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. കൂടാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള NRIs അവരൊക്കെ തന്നെയും ഈവൻ പല നിലയിലുള്ള ഡൊണേഷൻ നൽകാനും തയ്യാറാണ്. ജയിൽവാസം അനുഭവിക്കുന്ന പ്രവാസികളെ രക്ഷിക്കാൻ സർക്കാരുകൾ ചെയ്യേണ്ടത് എന്താണെന്നും അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. വളരെ ചെറിയ ഒരു ഫൈൻ അടിക്കാവുന്ന കുറ്റകൃത്യത്തിനും ചെറിയ വയലേഷനും ഒക്കെ തന്നെ ജയിലിൽ കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്.
തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ വയലേഷൻ, അല്ലെങ്കിൽ ഒരു ലേബർ ഇമിഗ്രേഷൻ പ്രോബ്ലംസ്, ഇതൊക്കെ തന്നെ ഗവൺമെൻറ് ഡിസ്കസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അവരെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉടൻ ജാമ്യത്തിലെങ്കിലും പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഉത്തരവാദിത്വപ്പെട്ട ഗവൺമെൻറ് ഉത്തരവാദിത്വപൂർണ്ണമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമീപനം സ്വീകരിക്കണം. പരസ്പര ബന്ധമില്ലാത്ത കേന്ദ്ര കേരള സർക്കാരുകളുടെ വകുപ്പുകൾ മൂലം പ്രവാസികൾക്കുണ്ടാകുന്ന ദുരനുഭവം സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 5 കോടിയിൽ പരം അവിടെ സ്പെൻഡ് ചെയ്ത് വർക്കലയിൽ തന്നെ ഒരു പ്രോജക്റ്റുമായിട്ട്, ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് വന്നപ്പോൾ എല്ലാം ഓക്കെ ആയി. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്നപ്പോൾ മറ്റൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും അതിൽ കെട്ടിക്കൊണ്ട് വന്ന് വാഹനം കയറാൻ കഴിയാത്ത നിലയെ കൊണ്ട് ജാമാക്കി. അതോടുകൂടി തന്നെ ആ പ്രോജക്റ്റ് സ്റ്റാൻഡ് സ്റ്റില്ലായി. ഒരു പ്രദേശത്തിൻ്റെ ആകെ വികസനം പ്രശ്നമാണ്. അതുവഴി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, പള്ളിയിൽ പോകുന്നവർ, നാട്ടുകാർ എല്ലാവരും ഈ വഴിക്ക് വേണ്ടി തർക്കിക്കുന്നവരായി മാറി. പോലീസ് ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ സമയമൊക്കെ തന്നെ ആവശ്യമില്ലാതെ വേസ്റ്റായി നമ്മൾ കളയുകയാണ്. ഇതെല്ലാം ഉണ്ടാകുന്നത് പ്രാദേശികമായിരുന്നാലും പൊതു ആയിട്ടായിരുന്നാലും സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒബാമയുടെ ഭരണ നേട്ടങ്ങളുടെ ഡോക്യുമെന്ററി. ഇലക്ഷൻ പ്രചരണത്തിന് ഒബാമ ആക്കം കൂട്ടി. ലോകത്തെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ മെക്സിക്കോയിലെ കാർലോസ് സ്ലിം 1ാമത്, ബിൽഗേറ്റ്സ് 2ാമത്. പട്ടികയിൽ 4% ഇന്ത്യക്കാർ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള അലബാമയിലെ നിയമത്തിനെതിരെ കോടതി. സൂര്യൻ കരുത്താർജിക്കുന്നു. ആഗോളതാപനം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ്. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.